ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, അപ്പം മാങ്ങ സീസണൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറേയേറെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന വീഡിയോ എടുക്കണം. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു ഭരണി വേണം, പിന്നെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം വേണം. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കാം. നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട്. കണ്ണിമാങ്ങയല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ സൈസാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നാൽ വാടിപ്പോയി. ഇത് 2 ദിവസം മുമ്പ് കൊണ്ടുവന്നേ, അതൊക്കെ വാടിപ്പോയി. അപ്പം ഇങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്ന് ചീത്തയാക്കും. അതുകൊണ്ട് നമുക്കതിനെ ഉപ്പിലിട്ട് വെക്കാം. ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് കുറേ നാൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നീടായാലും നമുക്ക് അതിൽ നിന്ന് എടുത്ത് കുറേശ്ശെ എടുത്ത് അച്ചാറിടാനും പറ്റും. അപ്പം ഇതിനെ അച്ചാറിട്ട് വെക്കാം. അച്ചാറല്ല, ഉപ്പിലിട്ട് വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് മാങ്ങകൾ പറക്കി കുപ്പിക്കകത്തോട്ടിടാം. ഈ കുപ്പി വാങ്ങിച്ചത് മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചത്. മമ്മി എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. ഇത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറി വെച്ചിട്ടുണ്ട്. കുറച്ച് നാലും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഇടയ്ക്ക്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാൻ ഇടയ്ക്കോട്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്നുള്ള മാങ്ങകളിട്ടുണ്ട്. ഇത് നോക്കി വാടാത്ത മാത്രം നോക്കിയിടപ്പ. നോക്കി ഞെക്കൊള്ളുന്ന ഇടല്ലേ. ഇതിപ്പം നമുക്ക് നേരത്തെ ഇങ്ങനെ ഒരാളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചത് കിട്ടിയത് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് നമ്മൾ കഴിക്കുന്നുണ്ട്. അന്നേരം മുതൽ വിചാരിക്കുന്ന മാങ്ങ ഇട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കണമെന്ന്. നമുക്ക് കുറേ നാൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് കേടാവുന്നുമില്ല. നമുക്കിനി ബാക്കി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാലോ. ഉപ്പിട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ്. ഉപ്പിട്ട് വെച്ചതായത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാങ്ങയ്ക്കകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. തിളപ്പിച്ച് തണുത്ത വെള്ളം ഇത്. ഇത് പ്ലാസ്റ്റിക് കുപ്പിയല്ല, ഭരണി കുപ്പിയാണ്. താഴെ വീണ പൊട്ടുന്നതാണ്. ഇവിടെ ഭരണി കിട്ടാനില്ലാത്തതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ ഇന്ന് കടയിൽ പോയപ്പോ അവിടുന്ന് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഇട്ട് വെക്കായത്. പ്ലാസ്റ്റിക്കിനകത്ത് അച്ചാറിട്ട് വെക്കുന്നത് നല്ലതല്ലത്. പ്ലാസ്റ്റിക്കുമായിട്ട് ഉപ്പൊക്കെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലതല്ലത് ഇട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് മാങ്ങയെല്ലാം നിറച്ച് ഭരണി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിന്റെ കളർ വ്യത്യാസം വന്ന് എല്ലാം വേറെ മറ്റേ ഒരു ബ്രൗൺ കളർ പോലെ ആവും. ബ്രൗൺ കളറിൽ അപ്പൊ നമുക്ക് ഓരോ ദിവസത്തെയും ചേഞ്ചസ് നോക്കിയിട്ട് ലാസ്റ്റിലെല്ലാം ആയി കഴിയുമ്പോൾ മൊത്തം വീഡിയോ എടുത്ത് കാണിക്കും. ഇതാ നമുക്കൊരാള് തന്ന മാങ്ങ, ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചത്. ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരുന്നത് കുറെ നാൾ കഴിയുമ്പോഴേക്കും. അപ്പൊ നമുക്കിത് 1 വർഷത്തോളം ഒക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്കെടുത്ത്
ആവശ്യത്തിന് കറി വെക്കി അച്ചാറിടുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ അല്ലേ. ഇവർക്ക് ഇത് മതി ചോറ് കഴിക്കാൻ. അതുകൊണ്ട് അവൻ കാര്യമായിട്ട് പറയുന്നത് നല്ല പുളി നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ആവുന്ന നോക്കിയിരിക്കാം. അപ്പം നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ നിറമെല്ലാം മാറി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് കഴിക്കാൻ പരുവായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ മാങ്ങ. ഇതിന് നമുക്ക് ഒരുപാട് നാള് വെച്ച് കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഉപ്പില് അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിക്കാൻ പറ്റും. കഴിച്ചു നോക്കട്ടെ. അകത്ത് കുറച്ചുകൂടി ഉപ്പ് പിടിക്കാനുണ്ട്. ഇതിന് മാത്രമേ പുറം മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. അകത്ത് കുറച്ചുകൂടെ പുളിപ്പുണ്ട്. ഉപ്പൊന്നും പിടിച്ചിട്ടില്ല. മാങ്ങയുടെ ഈ തൊലിക്കും കട്ടിയുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇനി ഒരു ഏകദേശം ഒരാഴ്ചയും കൂടി ഇരിക്കണം, എന്നാലേ ശരിക്കും ഉപ്പ് പിടിക്കത്തുള്ളത്. അപ്പം കുറച്ചുകൂടെ അത് സോഫ്റ്റ് ആവും. ഇത്തിരി ഹാർഡായിട്ടിരിക്കുക അത്. അപ്പം മാങ്ങയൊക്കെ കിട്ടുന്നെങ്കിൽ എല്ലാരും ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുക. അപ്പൊ നമുക്ക് കുറെ നാൾ വെച്ച് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.